എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ആണുങ്ങളെ വിശ്വസിക്കാം, പക്ഷേ പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് സ്ത്രീകളെ, കാരണം കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ ഈ കേസ് വന്നപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു പാഠം. ഈ പെൺകുട്ടി ഇത്രയും മഹത്തായ ഒരു സത്യം വെളിപ്പെടുത്താൻ കാണിച്ച ആ മഹാമനസ്കതയ്ക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ കുട്ടി ഇത്രയും ഒരു വെളിപ്പെടുത്തൽ നടത്തിയ സ്ഥിതിക്ക് നമ്മുടെ സ്ത്രീകളെക്കുറിച്ചും അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് ആ വിഷയം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളെക്കുറിച്ചും ഒരു അവലോകനം നടത്താനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് തികച്ചും ശാസ്ത്രീയമായ പഠന രേഖ തന്നെ നമുക്ക് അവലംബിക്കാം. അതായത് നമ്മുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെ 5 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതായി പറയുന്നത് സഫറിൻ സൂസൻ എന്നാണ് അദ്ദേഹം ഒരു വിഭാഗം സ്ത്രീകളെ വിളിക്കുന്നത്. സഫറിൻ സൂസൻ എന്ന് പറഞ്ഞാൽ ത്യാഗമനുഭവിക്കാനും കഷ്ടപ്പെടാനും തയ്യാറുള്ള സ്ത്രീകളെയാണ് അദ്ദേഹം വിളിക്കുന്നത്. അവരാണ് ലോകത്തിൻ്റെ അമ്മമാരായി നമ്മൾ പ്രതിഷ്ഠിക്കപ്പെടുന്നത്. ലോകമാതൃത്വം എന്ന് പറയുന്നതൊക്കെ അതാണ്. രണ്ടാമതായുള്ളത് വേബറിൻ വിൻഫ്രഡ് എന്ന് പറയുന്ന ഒരു കൂട്ടം സ്ത്രീകളുണ്ട്. വേബറിൻ വിൻഫ്രഡ് എന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടക്കാരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിൽക്കും. ഇപ്പോൾ ഭർത്താവിനോട് നിൽക്കും, വീട്ടുകാരോട് നിൽക്കും, നാട്ടുകാരോട് നിൽക്കും. അവർക്ക് ഗുണം ലഭിക്കുന്നത് എവിടെയോ അതാണ് അവരുടെ നീതിശാസ്ത്രം. അങ്ങനെ നിൽക്കുന്നവരാണ് വേബറിൻ വിൻഫ്രഡ്. പിന്നെ മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ചീറ്റിംഗ് സീത എന്ന് പറയും. അതായത് സീതാദേവിയെപ്പോലെ കന്യാമറിയത്തെപ്പോലെ ഒക്കെ വളരെ പരിശുദ്ധയായിരിക്കും അവർ ഭർത്താവിൻ്റെ മുമ്പിലും സമൂഹത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുന്നിൽ. പക്ഷേ അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. സ്വിറ്റ്സർലൻഡിലെ ഒരു 25 വർഷം മുമ്പാണ് ഒരു 2 കുട്ടികൾക്ക് അപകടമുണ്ടായി. ഒരു 10 വയസ്സ് വീതമുള്ള 2 കുട്ടികൾക്ക് അപകടമുണ്ടായപ്പോൾ അവരെ കൊണ്ടുവന്നപ്പം അവർ ഹോസ്പിറ്റലിൽ രക്തം ആവശ്യപ്പെട്ട 2 സൈസ് രക്തമാണ് അവർക്ക് ആവശ്യം വേണ്ടി വന്നത്. അങ്ങനെ ആ കുട്ടികളെ അവർ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ 2 പേരുടെ മക്കളായിരുന്നു അവർ, ഇരട്ട കുട്ടികളാണ്. അതിൻ്റെ കാരണം എന്താണ്? അവർ ഭർത്താവുമായി അവരുടെ രതിലീലകളൊക്കെ കഴിഞ്ഞ് ഭോഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഉറങ്ങിപ്പോയി. അടുത്ത സമയത്ത് മറ്റൊരാളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഈ ചുവന്ന അങ്ങനെ 2 കുട്ടികളുടെ ഒരു സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഈ ചീറ്റിംഗ് സീത എന്ന് പറയുന്നത് മനുഷ്യന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരും നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ആണ് അത്. അതുപോലെ 4ാമത്തെ വിഭാഗമാണ് കൺട്രോളിങ് ഖാദറിങ്. കൺട്രോളിങ് ഖാദറിൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീടുകളിൽ ചെല്ലുക, നമ്മൾ 2 3 പേരോ ഒരാളോ ഒറ്റയ്ക്കോ ചെല്ലുക, ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക, ഭരിക്കുക, നമ്മളോട് വർത്തമാനം പറയുക അവരായിരിക്കും, ആ സ്ത്രീയായിരിക്കും. അവരാണ് കൺട്രോളിങ് ഖാദർ. ഭർത്താവിനോടൊരു വിലയും ഉണ്ടാവില്ല. അതായത് അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു രീതി, അതാണ് കൺട്രോളിങ് ഖാദർ. അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി അങ്ങനെ ഒരാളായിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് ബേനസീർ ഭുട്ടോ, അവരെയൊക്കെ പോലെ അവരെ അടിച്ചമർത്തി ഭരിക്കുന്നവരാണ്. നമ്മൾ സിസ്റ്ററിനെ പോലെയല്ല, മദർ തെരേസയെ പോലെയല്ല, അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ത്രീകളാണ് നിൽക്കുന്നത്. ഇവർക്ക് മലയാളത്തിൽ ഇനി ഇതുകൂടാതെ 5ാമതൊരു കൂട്ടരുണ്ട്. അവരെയാണ് നിംഫോമാനിയാക്ക് എന്ന് പറയും. നിംഫോമാനിയാക്ക് എന്ന് പറഞ്ഞാൽ കാമാർത്ഥയായ സ്ത്രീ. അവർ നമ്മുടെ സമൂഹത്തിൽ ഒരു 5% പേരുണ്ട്. അവർ വിവാഹം കഴിക്കാനേ പാടില്ല, അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തിയിരിക്കുകയാണ് വേണ്ടതെന്നാണ് ഫ്രോയിഡിൻ്റെ അഭിപ്രായം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. അപ്പോൾ ഇനി ഇവരെ സംബന്ധിച്ച് മലയാള മഹാന്മാരുടെ കുറേ ചൊല്ലുകളുണ്ട്. നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ വേരുകളെന്ന് പറയും. ഏത് ആപത്തിൻ്റെ ഏത് നാശത്തിൻ്റെ മുന്നിൽ സ്ത്രീ ഉണ്ടായിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് തക്കം പോലെ തക്കതായത് പറയുന്ന സാമർഥ്യത്തെ നമുക്ക് തൽക്കാലം സ്ത്രീ എന്ന് വിളിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഏത് കാര്യത്തിലും ഒരു തക്കതായി പെട്ടെന്ന് സഡൻലി ഉത്തരം കണ്ടെത്തി അവതരിപ്പിക്കും. ഒരു പുരുഷനെ കൊണ്ട് സാധ്യമല്ല. അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പറയുന്നതാണ് ആനയ്ക്കും അറുവാണിക്കും അരക്കാതെ അകലെ നിൽക്കേണ്ടത്. പെണ്ണാണ്, വളരെ സൂക്ഷിക്കണം, അടുത്ത് പോയി നിൽക്കരുതെന്നാണ് അത് പറയുന്ന അർത്ഥം. ആനയേക്കാൾ പേടിക്കണം, അതാണ് അതിനർത്ഥം. അതുപോലെ തന്നെയാണ്
ഫ്രോയിഡാണോ വാലന്റൈനാണോ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. യു ക്യാൻ ബിലീവ് എനിത്തിങ് എക്സ്പെക്ട് വുമൺ ആൻഡ് വൂൾഫ്. പെണ്ണിനെയും ചെന്നായെ ഒഴിച്ച് മറ്റെന്തിനേയും നിങ്ങൾക്ക് വിശ്വസിക്കാം, അവരെ വിശ്വസിക്കരുത്. അതാണ് ആ കുട്ടി പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇതിനെന്താണ് പരിഹാരമാർഗം എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കണം. ഇതിനൊരൊറ്റ പരിഹാരമാർഗമേ ഉള്ളൂ. അതിങ്ങനെയാണ്. നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളും ലഭിക്കുമ്പോൾ, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ലഭിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈ വികാരങ്ങൾ യാതൊന്നുമില്ല. അവർ ജനിച്ചു വളർന്നത് നമ്മൾ പഠിച്ചു കൊടുക്കും, നമ്മളെ വീട്ടുകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മറ്റും സമൂഹത്തിൽ നിന്നും പഠിച്ചെടുക്കുന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് വളർന്നാണ് ഈ സ്വഭാവങ്ങളെല്ലാം എത്തിച്ചേരുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ പെൺകുട്ടികളെല്ലാം, ആൺകുട്ടികളും അതുതന്നെ, ഈ മദർ തെരേസയെ പോലെ വളരുന്ന, കഷ്ടപ്പെടാനും ത്യാഗമനുഭവിക്കാനുമുള്ള മനസ്സാന്നിധ്യമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള വിദ്യാഭ്യാസം നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിന് ലഭിച്ച ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാനും നന്മ നിറഞ്ഞൊരു സമൂഹത്തെയും ധാർമ്മിക മൂല്യത്തെയും നീതിബോധത്തുമുള്ള ഒരു സമൂഹത്തെയും വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. അതിന് ശുദ്ധമായ വിദ്യാഭ്യാസമാണ് ലഭിക്കേണ്ടത്. നമ്മൾ നമ്മുടെ സർക്കാരിനോട് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് അത്തരമൊരു വിദ്യാഭ്യാസ പദ്ധതി നേടിയെടുത്താൽ കൃത്യമായി സമൂഹത്തെ ഒരു 25 വർഷം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതിന് പകരം ഈ രാഹുൽ ഈശ്വറിനെ പോലുള്ള ഭ്രാന്തി പിടിച്ച കപട പുരോഗമനവാദികളും മെൻസ് അസോസിയേഷനും പറഞ്ഞ് നടക്കുന്നവരുടെ പുറകെ പോയാൽ സമൂഹം എന്നും നാശത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അതായത് സ്ത്രീയും പുരുഷനുമുള്ള കൺഫ്ലിക്റ്റ്, ആ സംഘർഷം ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകും. വിവരവും ബോധവും ഇല്ലാത്ത കപട പുരോഗമനവാദികളെക്കുറിച്ച് നമുക്കെന്ത് പറയാൻ പറ്റും? പറഞ്ഞാൽ അവർ നമ്മളെ കളിയാക്കും, നമ്മളെ എങ്ങനെയും കൊന്നൊടുക്കും. അവർക്ക് സ്വയം പ്രശസ്തിക്കപ്പുറം സാമൂഹ്യ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന സ്വഭാവക്കാരല്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ തന്നെ സാമൂഹ്യ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന എത്ര നേതാക്കന്മാരുണ്ടാവും? ഇല്ല, വളരെ തുച്ഛമാണ്. അതുപോലെ തന്നെയാണ് ഈ കപട പുരോഗമനവാദികളുടെ വലയിൽ നമ്മൾ വീഴാതെ നമ്മൾ ഈ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ഒരു സമര പോരാട്ടം നടത്തി നമ്മൾ വിദ്യാഭ്യാസം സംശുദ്ധീകരിക്കുക എന്നത് മാത്രമാണ് ഇതിനുള്ള പോംവഴി. അതിനുവേണ്ടി നമ്മുടെ സമൂഹം തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.